കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ കൊലപാതക വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുമാണ് ദീപക് ധർമ്മടം അവിടെ നിന്ന് ചേരുന്നത്. ഈങ്ങാപ്പുഴ സ്വദേശി ഷിബിലിയെ കൊല്ലാൻ ഭർത്താവ് യാസർ ഉപയോഗിച്ച് 2 കത്തികൾ എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. രക്തം പുരണ്ട 2 കത്തിയും പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. പ്രതി യാസറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം താമരശ്ശേരി കോടതിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ദീപക് ധർമ്മടം അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് ചേരുന്നു. ദീപക്, വളരെ നിർണായകമായ കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. 2 കത്തികൾ ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കത്തികൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. എന്താണ് മറ്റു വിശദാംശങ്ങൾ? SKN പ്രജിൻ അനുജ, വെരി ഗുഡ് മോർണിംഗ്. അടൂരിനെ ഇങ്ങനെ ഇളക്കി മറിച്ച് ലഹരി മുക്ത കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ യാത്രയിൽ തുടരുന്ന ഘട്ടത്തിൽ ഒരു വലിയ വാർത്ത. ലഹരിയുടെ ആധിക്യം കൊണ്ട് ഒരു സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുന്നു. യാസിർ കൊലപ്പെടുത്തുന്നത് 2 കത്തി ഉപയോഗിച്ചാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് സ്വന്തം ഭാര്യ ഷിബിലിയുടെ രക്തം പുരണ്ട 2 കത്തികൾ പോലീസ് കണ്ടെടുത്തു. അതിന്ന് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു. ഹാജരാക്കിയതിനു ശേഷം അത് FSL ലാബിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയക്കാൻ പോകുന്നു. അതായത് ഒരു ലഹരി കൊണ്ട് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താൻ 2 കത്തി, ഒരു കത്തി മതിയാകില്ല, 2 കത്തി കൊണ്ട് കുത്തി കൊല്ലുക എന്നുള്ള നിലപാടിലേക്ക് ഒരു ക്രിമിനൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഈ വാർത്ത 24 ആണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കാരണം 2 കത്തി ഉപയോഗിച്ച് ഒരു കൊലപാതകം നടത്തുന്നതൊക്കെ കേരളത്തിൽ സാധാരണഗതിയിൽ നടക്കാത്തതാണ്. ദേഷ്യത്തിൻ്റെ പുറത്ത് ഒരു കത്തി കൊണ്ട് കുത്തും. പക്ഷേ അത് മതിയാകാതെ ലഹരിയുടെ ആസക്തി, ലഹരിയുടെ ആവേശമോ ലഹരി കൊണ്ട് നൽകുന്ന ക്രിമിനൽ സ്വഭാവം കൊണ്ട് 2 കത്തി ഉപയോഗിച്ചാണ് ഈ പ്രതി യാസിർ ഭാര്യ ഷിബിലിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. മാത്രവുമല്ല, ഈ താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ, നിലവിൽ 14 ദിവസത്തേക്ക് റിമാൻഡിലാണ്, ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയുള്ള അപേക്ഷ ഇന്ന് പോലീസ് സമർപ്പിക്കും. ഏതായാലും ഈ കോഴിക്കോട് റൂറൽ പോലീസിന് കീഴിൽ വരുന്ന താമരശ്ശേരിയിൽ SKൻ്റെ യാത്ര എത്തുന്നുണ്ട്. അവിടെ ഈ ലഹരിയെ തുടർന്നുള്ള അക്രമങ്ങൾ പെരുകുന്നു. നമ്മൾ കണ്ടതാണ് നിരവധി കൊലപാതകങ്ങൾ. ഉമ്മയെ കൊലപ്പെടുത്തിയത് മാത്രവുമല്ല, ഈ ഉമ്മയെ കൊലപ്പെടുത്തിയ പ്രതിയുമായി യാസിറിന് ബന്ധമുണ്ട് എന്നുള്ളതുകൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കെല്ലാം ഒരേ സംഘമാണോ ലഹരി നൽകുന്നത് എന്ന പരിശോധനയിലേക്കും കോഴിക്കോട് റൂറൽ പോലീസ് കടന്നിട്ടുണ്ട്. SKN പ്രജിൻ അനുജ.